പ്രിയദർശിനിക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് സ്വകാര്യ ബസ് ഉടമകൾ. കാസർഗോഡ് 20ഓളം സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തി. ജൂലൈ 1 മുതൽ കൂടുതൽ സർവീസുകൾ അവസാനിപ്പിക്കും. അന്തർ സംസ്ഥാന റൂട്ടുകൾ ഉൾപ്പെടെ സ്വകാര്യ ബസ്സുകളിൽ യാത്രക്കാരില്ലാത്തതാണ് പ്രതിസന്ധി. കോഴിക്കോട് 100-ലധികം സർവീസുകൾ നിർത്തിവെക്കാനാണ് സ്വകാര്യ ബസ് ഉടമകളുടെ തീരുമാനം. ഒരു ദിവസം ഒരു ബസ്സിന് 4000 രൂപയോളം നഷ്ടമെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. അരുൺ പൂപ്പറമ്പയും ഷഹദ് റഹ്മാനും ചേരുന്നുണ്ട്. ആദ്യം അരുണിലേക്ക്. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, ഗുഡ് മോർണിംഗ് ഷഹദ്. അരുൺ, കാസർഗോഡ് ബസ് സർവീസ് നിർത്തുന്നു എന്ന് കേൾക്കുന്നു. തൃശ്ശൂരിൽ G-Form കൊടുക്കാൻ ഒരുങ്ങുകയാണ് പ്രൈവറ്റ് ബസ് ഉടമകൾ. കോഴിക്കോട്ടും 100ഓളം സർവീസുകൾ അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നു. അപ്പോൾ കാസർഗോട്ടൊക്കെ KSRTCയുടെ ഓർഡിനറി പ്രിയദർശിനി ബസ്സുകളുള്ള റൂട്ടുകളിലാണോ ബസ് സർവീസ് അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നത് സ്വകാര്യ ബസ് ഉടമകൾ? അങ്ങനെയാണെങ്കിൽ യാത്രക്കാർ ബുദ്ധിമുട്ടുമല്ലോ അരുൺ. തീർച്ചയായും അരുൺകുമാർ, കടുത്ത പ്രതിസന്ധിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ബസ് ഉടമകളും അതോടൊപ്പം തന്നെ തൊഴിലാളികൾ ഉൾപ്പെടെ പറയുന്നത്. പ്രധാനമായും കാസർഗോഡ് നിന്നുള്ള അന്തർ സംസ്ഥാന റൂട്ടുകളിൽ ഉൾപ്പെടെ സ്വകാര്യ ബസ്സുകളിൽ യാത്രക്കാർ കയറുന്നില്ല. മുഴുവൻ, അതായത് ഭൂരിപക്ഷം പേരും, മിക്ക ആൾക്കാരും ആശ്രയിക്കുന്നത് KSRTC ബസ്സുകളെയാണ്. നമുക്കറിയാം, മംഗളൂരു, സുള്ളിയ ഭാഗത്തേക്കൊക്കെ പോകുന്ന റൂട്ടുകളുണ്ട്. അവിടെയെല്ലാം സ്വകാര്യ ബസ്സുകൾ വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതിനകം തന്നെ 20 ബസ്സുകൾ G-Form നൽകി സർവീസ് ജില്ലയിൽ നിർത്തിയിട്ടുണ്ട്. ജൂലൈ 1 മുതൽ കൂടുതൽ ബസ്സുകൾ സർവീസ് നിർത്താനുള്ള തീരുമാനത്തിലാണുള്ളത്. ആവേശത്തോടെ സൗജന്യം കാത്തിരിക്കുന്നൊരു കൂട്ടർ, സൗജന്യ യാത്രാനുകൂല്യം ആശിച്ച് മോഹിച്ച് കാത്തിരിക്കുന്നൊരു കൂട്ടർ അപ്പുറത്ത് മുതലാളിമാരത് ബസ് ഓണേഴ്സിൻ്റെ പോകട്ടെ, നിത്യക്കൂലി തൊഴിലാളികൾ ഒത്തിരി പേര് രാത്രി വരെ തൊഴിലെടുത്ത് നിത്യക്കൂലിയും വാങ്ങി വീട്ടിലേക്ക് കീസും ചുമന്നു പോകുന്ന ഒത്തിരി നിത്യത്തൊഴിലാളികൾ. അവർ കുട്ടികളുടെ കഞ്ഞിക്ക് വഴിമുട്ടുമ്പോൾ സമരത്തിനിറങ്ങും. എന്താവുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.